നമസ്കാരം. ഒരുമിച്ച് ജീവൻ ഒടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ മരിച്ച യുവതിയുടെ ഡയറിയിൽ നിർണായക വിവരങ്ങൾ. യുവതി 16 വയസ്സ് മുതൽ പീഡനത്തിനിരയായി എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. വൈശാഖനുമായുള്ള അടുപ്പവും ബന്ധം യുവതിയുടെ ഡയറിയിൽ വ്യക്തമാണ്. വിവരങ്ങളെ തുടർന്ന് പോക്സോ വകുപ്പും ചേർത്തു. കേസിലെ പ്രതി വൈശാഖനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുക. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുക. വൈശാഖും മരിച്ച യുവതിയും തമ്മിൽ ഏറെ നാളുകളെ ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം ഭാര്യ അറിയുമെന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നാണ് വൈശാഖൻ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. യുവതിയെ ജോലിസ്ഥലത്ത് വിളിച്ചു വരുത്തുകയായിരുന്നു. ആത്മഹത്യ ചെയ്യുവാൻ ഇരുവരും കഴുത്തിൽ കുരുക്കിട്ട ശേഷം വൈശാഖൻ യുവതിയുടെ സ്റ്റൂൾ തട്ടിമാറ്റുകയും ചെയ്തു. കൊലപാതകത്തിനു ശേഷം യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പോലീസ് പറയുന്നു. വൈശാഖനും ഭാര്യയുമാണ് യുവതിയെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ മാസം 24-നാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈശാഖിന്റെ ഇൻഡസ്ട്രിയിലായിരുന്നു ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലാണ് പ്രതിയിലേക്ക് എത്തിയത്. 2 പേർക്കും കൂടെ ജീവൻ ഒടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വൈശാഖൻ യുവതിയെ വിളിച്ചു വരുത്തിയതെന്ന് പോലീസ് പറയുന്നു. എന്നാൽ യുവതിയെ കൊന്ന ശേഷം വൈശാഖൻ സ്ഥലം വിടുകയും ചെയ്തു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. വീട്ടുകാർ അറിഞ്ഞാൽ പ്രശ്നമാകും. നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകുവാൻ കഴിയില്ല. ഒന്നിച്ചു ജീവിക്കാനാകില്ലെങ്കിൽ നമുക്കൊന്നിച്ചു മരിക്കാം. ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ പെൺകുട്ടി ഒരിക്കലും കരുതിയിരുന്നില്ല താൻ പ്രാണനെ പോലെ സ്നേഹിച്ച വൈശാഖൻ തന്നെ മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്ന്. കോഴിക്കോട് ഇലന്തൂരിലെ വൈശാഖൻ എന്ന യുവാവ് തന്റെ കാമുകിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ കഥ തുടങ്ങുന്നത് ഈ മാസം 23-ാം തീയതിയായിരുന്നു. വിവാഹിതനായ വൈശാഖൻ യുവതിയുമായുള്ള തന്റെ വഴിവിട്ട ബന്ധം പുറംലോകം അറിയുമെന്ന ഭയത്തിലായിരുന്നു. ഈ ബന്ധം അവസാനിപ്പിക്കുവാൻ അയാൾ കണ്ട വഴി ഒന്നിച്ചു മരിക്കാമെന്ന കള്ളം പറയുകയായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഇലന്തൂരിലുള്ള തന്റെ വർക്ക്ഷോപ്പിലേക്ക് ഇയാൾ അവളെ വിളിച്ചു വരുത്തി. അവിടെ വെച്ച് അവളുടെ ജ്യൂസിൽ ഉറക്ക ഗുളിക കലർത്തി നൽകി. മയക്കത്തിലായ അവളോട് തന്ത്രപൂർവ്വം കഴുത്തിൽ കുരുക്കിടുവാൻ പറഞ്ഞു. 2 സ്റ്റൂളുകളിൽ കയറി നിന്ന് ഒന്നിച്ചു തൂങ്ങാമെന്നായിരുന്നു അയാളുടെ വാഗ്ദാനം. എന്നാൽ യുവതി കഴുത്തിൽ കുരുക്കിട്ട നിമിഷം വൈശാഖൻ താഴെ ഇറങ്ങി അവൾ നിന്ന സ്റ്റൂൾ തട്ടിത്തെറിപ്പിച്ചു. ജീവന് വേണ്ടി അവൾ പിടയുന്ന സമയം പോലും അയാൾക്ക് അവളോട് ദയ തോന്നിയില്ല. അവൾ തൂങ്ങി നിൽക്കുമ്പോഴും പിന്നീട് കുരുക്കഴിച്ചു താഴെ കിടത്തിയ ശേഷവും അയാൾ അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു. മരണം ഉറപ്പാക്കിയ ശേഷം വൈശാഖൻ തന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ചു. യുവതി വർക്ക്ഷോപ്പിൽ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും അബോധാവസ്ഥയിലാണെന്നുമാണ് അയാൾ ഭാര്യയോട് പറഞ്ഞത്. തുടർന്ന് ഭാര്യയോടൊപ്പം ചേർന്ന് മൃതദേഹം കാറിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആദ്യം ഇതൊരു ആത്മഹത്യയാണെന്ന് എല്ലാവരും കരുതി. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിലെ മുറിവുകളും മർദ്ദനമേറ്റ പാടുകളും കണ്ട് പോലീസിന് സംശയം തോന്നി. വൈശാഖന്റെ മൊഴികളിലെ വൈരുദ്ധ്യവും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. വൈശാഖൻ CCTV ഹാർഡ് ഡിസ്ക് നശിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ പോലീസ് അത് കസ്റ്റഡിയിലെടുത്തു. യുവതിക്ക് 16 വയസ്സുള്ളപ്പോൾ മുതൽ വൈശാഖന് ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിരുന്നതായി, വിവാഹം കഴിക്കാമെന്ന അവളുടെ ആവശ്യം നിരസിക്കാനാണ് ഈ കൊലപാതകം നടത്തിയതെന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടാണ് ഇപ്പോൾ വൈശാഖിനെ അറസ്റ്റ് ചെയ്തത്. സ്നേഹിച്ച പുരുഷന്റെ വാക്ക് വിശ്വസിച്ച് മരണത്തിലേക്ക് നടന്നുപോയ ആ പെൺകുട്ടിയുടെ കഥ കേരളത്തെ ഒന്നടങ്കം നടുക്കുന്ന വാർത്തയാണ്. തൂക്കിലേറ്റി കൊന്നുകൊണ്ടിരുന്ന ആ സ്ത്രീയെ പാതിച്ചൊത്ത ആ ഒരു ശരീരത്തെ ലൈംഗികമായി പീഡിപ്പിച്ചു രസിക്കുന്ന ഒരാളായി അയാൾ മാറി. മനം മടുപ്പിക്കുന്ന ക്രൂരത. ഇരുവരും സ്റ്റൂളിൽ കയറി കുരുക്കിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇയാൾ താഴേക്കിറങ്ങി സ്റ്റൂൾ തട്ടിത്തെറിപ്പിച്ചത്. കയറിൽ കിടന്ന ഈ പെൺകുട്ടി പിടയുന്ന സമയത്തും ഇയാൾ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. തുടർന്ന് കെട്ടടുത്ത് നിലത്ത് കിടത്തിയും പാതി ജീവനുള്ള യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്നും ചോദ്യം ചെയ്യലിൽ ഇയാൾ വെളിപ്പെടുത്തുകയും ചെയ്തു. യുവതി മരിച്ചുവെന്ന് ഉറപ്പായതോടെയാണ് ഇയാൾ തന്റെ ഭാര്യയെ ഫോൺ ചെയ്തത്. യുവതിയെ വർക്ക്ഷോപ്പിൽ തൂങ്ങിയ നിലയിൽ കണ്ടെന്ന് പറഞ്ഞാണ് ഭാര്യയെ വിളിച്ചതും. ഭാര്യയ്ക്കൊപ്പമായിരുന്നു വൈശാഖൻ കാറിൽ യുവതി ആശുപത്രിയിലേക്ക് എത്തിച്ചതും. എന്നാൽ വർക്ക്ഷോപ്പിലെ CCTV ദൃശ്യങ്ങളാണ് വൈശാഖിന്റെ കൊടുക്രൂരത പുറത്തു കൊണ്ടുവന്നത്. ഇരുവരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുവാൻ ജ്യൂസിൽ ഉറക്ക ഗുളിക കലർത്തിയെന്ന് പ്രതി പോലീസിന് ആശുപത്രിയിൽ വെച്ച് മൊഴി നൽകി. താൻ മയങ്ങിപ്പോയെന്നും പിന്നീട് ഉണർന്നപ്പോൾ യുവതിയെ തൂങ്ങിയ നിലയിൽ കാണുകയായിരുന്നുവെന്നുമായിരുന്നു പിന്നീടുള്ള മൊഴി. ഉറക്ക ഗുളിക കഴിച്ച് മയങ്ങിയെന്ന് പറഞ്ഞ പ്രതി നഗരത്തിലെ ആശുപത്രി വരെ വാഹനം ഓടിച്ചത് പോലീസിന് സംശയത്തിനിടയാക്കി. പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയെന്ന് തോന്നിപ്പിക്കുന്ന സംഭവം. ഇതിനിടയിലാണ് വർക്ക്ഷോപ്പിൽ യുവതി തൂങ്ങി മരിച്ച കുരുക്കിന് പുറമെ കയർ കൊണ്ടുള്ള മറ്റൊരു കുരുക്ക് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വർക്ക്ഷോപ്പിൽ കൂടുതൽ പരിശോധന നടത്തി. വർക്ക്ഷോപ്പിലെ CCTV ക്യാമറകളെ ഹാർഡ് ഡിസ്ക് എലത്തൂർ പോലീസ് പരിശോധനയ്ക്കായി എടുത്തു. ഇതോടെയാണ് ആസൂത്രിത കൊലപാതകത്തിന് ചുരുളഴിഞ്ഞത്. കഴുത്തിൽ കുരുക്കിട്ട ശേഷം യുവതി നിന്ന സ്റ്റൂൾ വൈശാഖൻ ചവിട്ടിത്തെറിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചത്. യുവതി മരിക്കുന്നതിന് തൊട്ടു മുൻപായി യുവതിയും പ്രതിയുമായുള്ള സംഭാഷണവും പോലീസിന് ലഭിച്ച നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളുണ്ടായിരുന്നു. പ്രതിയുടെ ലൈംഗിക വൈകൃതം വ്യക്തമാക്കുന്നതാണ് പോലീസ് വർക്ക്ഷോപ്പിൽ നിന്ന് കണ്ടെടുത്ത നിരീക്ഷണ ദൃശ്യങ്ങളെന്നാണ് പോലീസ് പറയുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പ്രതി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു.
ചികിത്സയ്ക്ക് ശേഷം തിങ്കളാഴ്ച രാത്രിയോടെ വൈശാഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തു. മറ്റു സ്ത്രീകളുമായും വൈശാഖിന് ബന്ധമുണ്ടായിരുന്നുവെന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ തന്നെ പോലീസിന് വ്യക്തമായി. ഞായറാഴ്ച പോലീസ് വൈശാഖിന്റെ വർക്ക്ഷോപ്പിലെത്തിയ പരിശോധനയിൽ കൊല്ലപ്പെട്ട യുവതിയുടെ ബാഗ് കണ്ടെത്തിയിരുന്നു. ബാഗ് പരിശോധിച്ചപ്പോൾ യുവതിയുടെ ഡയറി പോലീസിന് ലഭിച്ചു. താൻ മരണപ്പെടുമെന്ന് യുവതി ഡയറിയിൽ മാസങ്ങൾക്ക് മുൻപേ രേഖപ്പെടുത്തിയിരുന്നു. പ്രതിയെക്കുറിച്ച് ഡയറിയിൽ നിന്ന് പോലീസിന് സൂചനകൾ ലഭിക്കുകയായിരുന്നു. യുവതിയെ പ്രായപൂർത്തിയാകും മുമ്പ് തന്നെ പ്രതി ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായ വിവരങ്ങളും ഈ ഡയറിയിൽ നിന്ന് തന്നെ ലഭിച്ചു. ഈ ഡയറിയാണ് കേസിൽ നിർണായക തെളിവാവുക. യുവതിയുടെ ഡയറി തന്നെയാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. തിങ്കളാഴ്ച രാവിലെയോടെയാണ് ഇത് കൊലപാതകമാണെന്ന വിവരം യുവതിയുടെ കുടുംബം പോലും അറിഞ്ഞത്. യുവതി ആത്മഹത്യ ചെയ്തതല്ലെന്നും കൊലപാതകമാണെന്നും കുടുംബം ഞെട്ടലോടെ അറിയുകയായിരുന്നു. യുവതിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കരിച്ചിരുന്നു. എന്നാൽ ബന്ധുക്കൾ ആത്മഹത്യയാണെന്നാണ് കരുതിയത്. മുൻപ് പ്രതി യുവതിക്ക് വേണ്ടി മാളിക്കടവിൽ ഒരു സ്ഥാപനം തുറന്നു നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം അടച്ചുപൂട്ടി. യുവതിയെ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിപ്പിക്കുവാൻ പ്രതിയാണ് മുൻകൈ എടുത്തത്.